പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരിച്ച ആസിർ നന്ദയുടെ വീടും സ്കൂളും ബാലാവകാശ കമ്മീഷൻ സന്ദർശിക്കും. രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുക. അതേസമയം സംഭവത്തിൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആസിർ നന്ദയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും മാനേജ്മെന്റ് 5 അധ്യാപകരെ പുറത്താക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ബാലാവകാശ കമ്മീഷനും വിദ്യാർത്ഥിനിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ മരിച്ച പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കും. തുടർന്ന് ആസിർ നന്ദയുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളെയും കേൾക്കും. വിദ്യാർത്ഥികൾ നേരിട്ട പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കും. അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. ആസിർ നന്ദയുടെ സുഹൃത്തുക്കളും സഹപാഠികളുമായ വിദ്യാർത്ഥികളുടെ മൊഴിയും പോലീസ് താമസിക്കാതെ രേഖപ്പെടുത്തും. ആസിർ നന്ദയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് സഹപാഠി കഴിഞ്ഞ ദിവസം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആസിർ നന്ദയുടെയും ആത്മഹത്യാക്കുറിപ്പിലെയും കൈയക്ഷരം സമാനമാണോ എന്ന് പോലീസ് പരിശോധിക്കും. സ്കൂൾ പ്രിൻസിപ്പളായിരുന്ന OP ജോയ്സി, അധ്യാപകരായിരുന്ന സ്റ്റെല്ല ബാബു, AT തങ്കം, അമ്പിളി, അർച്ചന തുടങ്ങിയവരുടെ പേരുകളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.